ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നല്ല ഫ്രഷ് നെത്തോലി കിട്ടിയപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചൊരു നെത്തോലി പീര ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതാ മീനൊക്കെ നന്നായി അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മത്തിയും അയലയും കൊഞ്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം വേർതിരിച്ചെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറക്കാൻ വെച്ചു കേട്ടോ. അതായത് മത്തി നെത്തോലി എടുത്തിട്ട് കുറച്ച് വറക്കാൻ വെച്ചേ. പിന്നെ ഈ നെത്തോലി മാറ്റി വെച്ചതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കുറച്ച് ജീരകമൊക്കെ എടുത്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയില ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തേ. എന്നിട്ട് പിന്നെ എടുത്തു വെച്ച നെത്തോലിയിലോട്ട് ഈ ഒരു അരപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് അവിടെ മാറ്റി വെച്ചു. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇത്തിരി ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചു. അതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സാധനമില്ലേ മിക്സ്, അതെടുത്തിട്ട് ഈ അടുപ്പത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും അതിൻ്റെ വെള്ളത്തോടു കൂടി അതിലൊഴിച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ സമയത്ത് എരിവോ പുളിയോ ഉപ്പോ വേണമെങ്കിൽ, അതായത് കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് മീൻ വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് സെറ്റായി വരുന്നുണ്ട്. ഞാനത് ജസ്റ്റ് വീണ്ടും ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ഏകദേശം ഒന്ന് ആയതിന് ശേഷം ഞാനത് ഇറക്കി വെച്ചു, അതായത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഞാനത് യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള പുളി ഉണ്ടായിരുന്നു, എരിവുണ്ടായിരുന്നു, അങ്ങനെ ടേസ്റ്റ് വൈസ് ഭയങ്കര ഓക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതായത് വേറെ കറികളും കാര്യങ്ങളൊന്നും ഇല്ല, ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് പോലും ഇല്ല. പിന്നെ മീൻ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊരു സമയം എടുക്കും. ഇത് മത്തി വെച്ചൊക്കെ ചെയ്യുമല്ലോ, പിന്നെ കൊഞ്ചം വെച്ച് ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ ഇത് കഴിച്ചത് ചോറിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ച് മീനും കുറച്ച് മീൻ കൂട്ടാനും ഈ പീരയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം രസമുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.